ടോം ചാക്കോയെ ഇന്നു തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനൊരുങ്ങി പോലീസ്. നടൻ തമിഴ്നാട്ടിലാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൊള്ളാച്ചിയിലെ റിസോർട്ടിലെത്തിയെന്നാണ് വിവരം. എന്നാൽ തമിഴ്നാട്ടിൽ പോയി നടനെ ചോദ്യം ചെയ്യേണ്ട എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. നടനെ രക്ഷപ്പെടാൻ സഹായിച്ചയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലെത്തിയത് ലഹരി ഇടപാടുകളിലെ മുഖ്യകണ്ണി സജീറിനെ തേടിയാണെന്ന വിവരം കൂടി പുറത്തുവരികയാണ്. അതേസമയം നടനെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. എസ് ശരണും ലിബി സജീന്ദ്രനും അലി അക്ബർ ഷായും ശരത് എസുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം ശരണിലേക്കാണ്. ശരൺ, ഇപ്പോൾ പോലീസ് ഷൈൻ ടോം ചാക്കോയെ അന്വേഷിച്ച് തമിഴ്നാട്ടിലേക്ക് പോകുന്നില്ല, പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്താൻ ഒരുങ്ങുന്നു എന്നാണല്ലോ. എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? സ്മൃതി, നേരത്തെ ആ ഓട്ടം നമ്മൾ കണ്ടിരുന്നതാണ്. അതിനുശേഷം ഷൈൻ ടോം ചാക്കോ എവിടെയാണ് എത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി പോലീസിന് പ്രധാനപ്പെട്ട ഒരു സ്ഥിരീകരണം നടത്താൻ കഴിയുന്നത്. അതായത് ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള, പ്രത്യേകിച്ച് പൊള്ളാച്ചിയിലേക്ക് ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ടെന്നുള്ള വിവരമാണ്. അത് ഷൈൻ ടോം ചാക്കോയുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിലൂടെയാണ് പോലീസിന് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന് പിന്നാലെ പോലീസ് ഇപ്പോൾ പറയുന്നത് അവിടേക്ക് പോയി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. കാരണം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു കേസ് നിലവിലില്ല, ഇയാൾ പ്രതിയല്ല. അതുകൊണ്ട് തന്നെ അവിടെ പോയി പിടികൂടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധികം വൈകാതെ തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് തന്നെ വീട്ടിലേക്ക് എത്തി, അതായത് ഷൈൻ ടോം ചാക്കോയുടെ തൃശ്ശൂരിലെ വീട്ടിലെത്തി നോട്ടീസ് നൽകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി നോട്ടീസ് നൽകും. അതിനുശേഷം ഉടൻ തന്നെ വൈകാതെ തന്നെ നേരിട്ട് ചോദ്യം ചെയ്യൽ ഹാജരാക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ആ സംഭവത്തിന് പിന്നാലെ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. പ്രധാനമായും ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഇറങ്ങി ഓടിയ ശേഷം, ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ശേഷം ഹോട്ടലിന് പുറത്തേക്ക് വരികയും അവിടെ ഒരു ഇരുചക്ര വാഹനത്തിലാണ് ആഡംബര ഹോട്ടലിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. ആ ആഡംബര ഹോട്ടലിൽ രാത്രി കുറച്ച് സമയം ചെലവഴിക്കുകയും അവിടെ താമസിക്കുകയും അതിനുശേഷം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു, ഓൺലൈൻ ടാക്സിയിൽ കടന്നു കളയുക എന്നുള്ള വിവരമാണ് പോലീസിന് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റു പ്രധാനപ്പെട്ട ആളുകളുടെ മൊഴിയെടുപ്പിലേക്ക് പോലീസ് കടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഈ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ 2 വനിതകൾ എത്തിയിരുന്നു, യുവതികൾ എത്തിയിരുന്നു. അപ്പോൾ അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുവതികളിൽ ഒരാളുമായിട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് ലഹരി ഇടപാടുകളുടെ ഭാഗമല്ല എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഡാൻസ് ഓഫ് സംഘം ആ മുറിയിലേക്ക് എത്തിയെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. അത് ഈ കൊച്ചി നഗരത്തിൽ തന്നെ പലർക്കും ലഹരി എത്തിക്കുന്ന ലഹരി ഇടപാടുകാരിലെ മുഖ്യ കണ്ണിയായ സജീറിനെ തേടിയാണ് ആ ഹോട്ടൽ മുറിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഡാൻസ് ഓഫ് സംഘം ഇപ്പോൾ പറയുന്നത്. അതായത് ഇയാൾ ഷൈൻ ടോം ചാക്കോയുടെ മുറിയിൽ ഉണ്ടെന്നുള്ള രഹസ്യവിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള മൊഴിയെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇന്ന് തന്നെ നോട്ടീസ് നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് പോലീസ് ഒരുങ്ങുന്നത്. തമിഴ്നാട്ടിലേക്ക് പോകുന്നില്ല, മറിച്ച് ഇന്ന് വീട്ടിൽ പോയി അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അമ്മയോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് കൈമാറും. ഇനി ആരും കൈപ്പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ പതിപ്പിച്ച ശേഷം മടങ്ങി വരുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ശരി, അലി അക്ബർ ഷായിലേക്ക്. അലി അക്ബർ ഷാ, സിനിമാ സംഘടനകൾ, താരസംഘടനയും അതോടൊപ്പം തന്നെ ഫിലിം ചേംബറും ഇതിനകം തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടിയെടുക്കും എന്നറിയിച്ചിരുന്നു. അവർ എങ്ങനെയാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്? ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു എന്നാണ് AMMA നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ? അതോടൊപ്പം തന്നെ ഫിലിം ചേംബർ പറയുന്നത് നിലവിലുള്ള സിനിമകളുടെ ചിത്രീകരണം പൂർത്തീകരിച്ച ശേഷം അതിനുശേഷം ഷൈൻ ടോം ചാക്കോയെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നാണ് ആലോചിക്കുന്നതെന്നാണ്. പക്ഷേ പോലീസ് അന്വേഷണം, പോലീസ് അറസ്റ്റും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും സാധ്യമല്ലല്ലോ. അപ്പോൾ അതിനെന്താണ് കൃത്യമായി ഫിലിം ചേംബറിന്റെ മറുപടി? സ്മൃതി, സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം പിടിമുറുക്കുന്നു എന്നത് വിവാദമായി കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ സിനിമാ സംഘടനകളെല്ലാം തന്നെ ഐക്യകണ്ഠേന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ പല സംഘടനകളും, പ്രധാനമായും നിർമ്മാതാക്കളുടെ സംഘടന 2019 മുതൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുറന്ന സംസാരങ്ങളിലേക്ക്, പ്രതികരണങ്ങളിലേക്ക്, വാർത്താ സമ്മേളനങ്ങളിലേക്ക് ഉൾപ്പെടെ കടന്നിരുന്നു. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ കൃത്യമായി പിടിക്കപ്പെടണം, ഇതുമായി പോലീസ് കൃത്യമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ തുറന്ന വാർത്താ സമ്മേളനം ഉൾപ്പെടെ വിളിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ ഏറ്റവും പുതിയ സംഭവം, ഷൈൻ ടോം ചാക്കോയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് AMMA എന്ന സംഘടനയും അതുപോലെ തന്നെ
ഫിലിം ചേംബറും നിലപാട് ശക്തമാക്കി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. AMMA കഴിഞ്ഞ ദിവസം അഡ്ഹോക് കമ്മിറ്റി അടിയന്തരമായ ഒരു യോഗം ചേർന്നിരുന്നു. കാരണം മിൻസി അലോഷ്യസിന്റെ പരാതി നമ്മൾ വാർത്ത കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുടെ കൂടി സാഹചര്യത്തിൽ ഒരു അടിയന്തര യോഗം അഡ്ഹോക് കമ്മിറ്റി ചേർന്നിരുന്നു. ഏതെങ്കിലും നിലയിലുള്ള ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പരാതി പേര് വെച്ചുകൊണ്ട് ലഭിക്കുകയാണ് എങ്കിൽ ആ വ്യക്തി AMMA എന്ന സംഘടനയിൽ അംഗമാണ് എങ്കിൽ കൃത്യമായ നടപടി ആ അംഗത്തിനെതിരെ ഉണ്ടാകും. ഒരു തരത്തിലുള്ള പരിഗണനയും ആ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നതാണ് AMMയുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ, പ്രത്യേക കമ്മിറ്റിയെ തന്നെ AMMA രൂപീകരിച്ചിട്ടുണ്ട്. വിനു മോഹൻ, സരയു, അൻസിബ എന്നീ 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതേസമയമാണ് ഫിലിം ചേംബർ തിങ്കളാഴ്ച ഒരു അടിയന്തര യോഗം ചേരാൻ പോകുന്നത്. ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വളരെ രൂക്ഷമായുള്ള പ്രതികരണമാണ് ഫിലിം ചേംബർ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ നടത്തുന്നത്. കാരണം ഷൈൻ ടോം ചാക്കോ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണ്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പബ്ലിക് ഡൊമൈനുകളിൽ നടത്തുന്ന ആളാണ്. അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നേരത്തെ തന്നെ നടപടി വേണ്ടതായിരുന്നു എന്നതാണ് ഫിലിം ചേംബറിന്റെ നിലപാട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനായി ഫിലിം ചേംബർ തിങ്കളാഴ്ച ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ നടക്കട്ടെ, ഇനി അങ്ങോട്ട് ഇയാൾക്ക് സിനിമകൾ ഉണ്ടാകില്ല എന്നതാണ് ഫിലിം ചേംബറിന്റെ നിലപാട് എന്ന് പറയുന്നത്. മറ്റ് സംഘടനകളായാൽ പോലും നമ്മൾ നോക്കിയാൽ കാണാം, പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ, സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ പിടിക്കൂ എന്നതാണ് അവർ പറയുന്നത്. 2019 നിർമ്മാതാക്കളുടെ സംഘടന ഇതുമായി തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത്. 2021 മുഖ്യമന്ത്രിയോട് പരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. പക്ഷേ അപ്പോഴൊന്നും ഒരു പരിശോധനയോ കൃത്യമായ നടപടികളോ പുതിയ പദ്ധതികളോ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അല്പസമയം മുമ്പ് നമ്മൾ നാർക്കോട്ടിക് ACPയുമായി സംസാരിച്ചു. ഇത്രയും വിവാദമായ സാഹചര്യത്തിൽ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലയിലുള്ള പുതിയ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള നടപടികളില്ല. പരാതി ലഭിച്ചാൽ മാത്രം നടപടി ഉണ്ടാകുമെന്നതാണ് നിലവിലെ ഘട്ടത്തിൽ പോലീസിന്റെയും നിലപാട് എന്നാണ് അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ താരസംഘടനകളും അതുപോലെ മറ്റ് നിർമ്മാതാക്കളുടെ സംഘടനയും എല്ലാം തന്നെ ഇത്തരത്തിൽ രൂക്ഷമായ നിലപാടുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഇനിയെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ രൂക്ഷമായ നിലപാട് തന്നെ തുടരുകയാണ്. നിലവിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്.